ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ് പോയിൻറ്റ് ഹൗസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മിഡ് പോയിൻറ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണേ. അതല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മിഡ് പോയിൻ്റ് വ്ളോഗും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ക്യാബേജ് 1, കുക്കുംബർ 1, ക്യാരറ്റ് 2 എണ്ണം, ടൊമാറ്റോ മീഡിയം സൈസ് 1, സവാള മീഡിയം സൈസ് 1, വെളുത്തുള്ളി 6 അല്ലി, കശുവണ്ടി 100 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ക്യാബേജ് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനേ. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒരു സീക്രട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് നമുക്ക് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ കശുവണ്ടിയുടെ കാര്യം. അപ്പോൾ ഞാൻ അത് 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, കുരുമുളക് പൊടി, വിനീഗർ ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ വേണം ഈ കശുവണ്ടി അരച്ചെടുക്കാനേ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.